നമസ്കാരം. കൊല്ലവർഷം 1200 ചിങ്ങമാസത്തിൽ അനുഭവത്തിൽ വരാനിടയുള്ള ഫലങ്ങളാണ് ഇനി പറയുന്നത്. കൊല്ലവർഷം 1199 കർക്കടക മാസം 32-ാം തീയതി, അതായത് ഓഗസ്റ്റ് മാസം 16-ാം തീയതി വെള്ളിയാഴ്ച വൈകിട്ട് 7:46 പൂരാട നക്ഷത്രം 2-ാം പാദത്തിൽ ധനുക്കൂറിലാണ് ചിങ്ങരവി സംക്രമം സംഭവിക്കുന്നത്. ഈ മാസത്തിൽ സ്വാഭാവികമായും സൂര്യൻ ചിങ്ങത്തിലും, ചൊവ്വ ഓഗസ്റ്റ് മാസം 26 വരെ ഇടവത്തിലും തുടർന്ന് മിഥുനത്തിലും, ബുധൻ ഓഗസ്റ്റ് 22 കർക്കിടകത്തിലും സെപ്റ്റംബർ 4 ചിങ്ങത്തിലും പ്രവേശിക്കും. ശുക്രൻ സെപ്റ്റംബർ 4 കന്നിയിലേക്ക് പ്രവേശിക്കും. മറ്റ് ഗ്രഹങ്ങൾക്കൊന്നും ഈ മാസം ഗ്രഹപ്പകർച്ച ഉണ്ടാവില്ല. സംക്രമ സമയത്ത് ഭാഗ്യധാരക സ്ഥിതി മകം നക്ഷത്രത്തിൻ്റെ ആദ്യ പാദത്തിലാണ്. അതനുസരിച്ച് സ്റ്റെല്ലാർ അസ്ട്രോളജി കൂടി ഉൾപ്പെടുത്തി ഗണിച്ചെടുത്ത ഫലങ്ങളാണ് ഇവിടെ ചേർക്കുന്നത്. പൊതുവായിട്ടുള്ള ഫലങ്ങളാണ് ഇനി പറയുന്നത്. ഓരോ വ്യക്തിയും ജനിച്ച ജനന സമയം, ലഗ്നം, അവരുടെ ദശ അപഹാരകാലങ്ങൾ, ചാരവശാൽ അനുഭവിക്കുന്ന ഫലങ്ങൾ, ഇവയെല്ലാം അനുസരിച്ച് ഈ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിൽ ഉണ്ടാകാമെങ്കിലും പൊതുവായി എല്ലാവർക്കും ഓരോ നാളുകാർക്കും കൂടുതലായി അനുഭവത്തിൽ വിടാനിടയുള്ള ഫലങ്ങളാണ് ഇനി പറയുന്നത്. ഉത്രാടം. സ്വന്തമായി ബിസിനസ് നടത്തുന്നവർക്ക് നേട്ടമുണ്ടാകും. ബന്ധുഗുണം വർദ്ധിക്കാവുന്ന കാലമാണ്. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിന് അവസരമൊരുങ്ങും. മാനസികമായി നിലനിന്നിരുന്ന വിഷമതകൾ ഓരോന്നായിട്ട് വിട്ടുമാറിപ്പോവുകയും ചെയ്യും. ഉദ്യോഗാർത്ഥികൾക്ക് സമയം വളരെ അനുകൂലമാണ്. ഇവർ ആഗ്രഹിച്ചിരുന്ന പോലെയുള്ള ജോലികൾ ലഭിക്കാം. സുഹൃത്തുക്കളുടെ സഹായത്തോടുകൂടി ജോലി ലഭിക്കാം. വിദേശ ജോലിക്കുള്ള സാധ്യതകളുണ്ട്. ലഹരി വസ്തുക്കളിൽ നിന്ന് മോചനം നേടണം എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കുന്ന കാലമാണ്. അടുത്ത സുഹൃത്തുക്കൾക്കായി പണച്ചെലവ് നേരിടേണ്ടി വരും. ഏറ്റെടുത്ത പ്രവർത്തനങ്ങളിൽ വിജയിക്കുന്നതിന് സാധിക്കുകയും ചെയ്യും. വിവാഹം ആലോചിക്കുന്നവർക്ക് ഏറ്റവും നല്ല ജീവിത പങ്കാളി ലഭിക്കുന്നതിനുള്ള സാധ്യത കാണുന്നുണ്ട്. ഇവർ ശ്രദ്ധയോടുകൂടി ശ്രീകൃഷ്ണ ഭജനം നടത്തുകയും ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം നടത്തി അവൽ നിവേദ്യം, തുളസിമാല ചാർത്തിക്കൽ മുതലായ പരിഹാരങ്ങൾ ചെയ്യുന്നതും ഉത്തമമാണ്. പതിവായി വീട്ടിൽ തന്നെ ശ്രീ മഹാഭാഗവതത്തിലെ ഒരു പേജെങ്കിലും നിത്യേന പാരായണം ചെയ്ത് നമസ്കരിക്കുക മുതലായവ ഇവർക്ക് ഗുണഫലങ്ങൾ ലഭിക്കുന്നതിന് വളരെ അനുകൂലമായ കാര്യമാണ്.